Good afternoon to all. Good afternoon, everyone. Can you hear me? എന്താണ് ക്ലാസ്സിൽ ആരുമില്ലേ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? Am I audible? ഗുഡ് ആഫ്റ്റർനൂൺ പോലും പറയാതെ ഗ്രീറ്റ് ചെയ്യണ്ടേ? മ്യൂട്ട് അല്ലല്ലോ. എന്താണ് മൂഡ് ഓഫ് ആണെന്ന്? മൂഡ് ഓഫ് ആണ് എല്ലാവരും? ആക്റ്റീവ് അല്ലല്ലോ? ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ അല്ലേ? കുറച്ചൊക്കെ ജോയിൻ ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. യെസ്, ഗ്രീഷ്മ, ഗുഡ് ആഫ്റ്റർനൂൺ. മൂഡ് ഓഫ് ആണോ? ഇതിനൊക്കെ മൂഡ് ഓഫ് ആവേണ്ട ആവശ്യം എന്താ? ഒരാവശ്യമില്ല. മനസ്സിലായോ? മൂഡ് ഓഫിന്റെ ആവശ്യം എന്താ? അതൊക്കെ പോട്ടെ, ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ. ബുക്ക് എടുത്തില്ല, കുഴപ്പമില്ല. മിസ്സിനോട് പറഞ്ഞാൽ മതി. ആരാ നെക്സ്റ്റ്? ആരാ ക്ലാസ്സിൽ? ആരാ നെക്സ്റ്റ്? അവർ ആരാ? അറിയോ നെക്സ്റ്റ് അവർ ആരാ? ഇടുന്നില്ലല്ലോ. മിലിന്ദു. മിലു എന്നാണ് ഞങ്ങൾ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. മിലു എന്ന് പറഞ്ഞാണ് മിലിന്ദു. മിലിന്ദിനോട് ഞാൻ പറയാം. ഓക്കെ, ഡോണ്ട് വറി. പോരെ? അതെന്താ മൂഡ് ഓഫ് സ്ക്രീൻ ഫോളോ ചെയ്താൽ മതി കേട്ടോ. സ്ട്രെങ്ത് കുറഞ്ഞല്ലോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? നിങ്ങളുടെ ഓണ സെലിബ്രേഷൻ എന്തായി? ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? സെലിബ്രേഷൻ ഉണ്ടോ? ഇല്ലേ? ഓണ സെലിബ്രേഷൻ ഇല്ലേ? സെലിബ്രേറ്റ് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക്? നാട്ടിലേക്ക് പോകണം. ഓക്കെ, യെസ്. ഞാൻ ചോദിച്ചതേ, ക്ലാസ്സില്, നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സില് നിങ്ങൾക്ക് ഓണ സെലിബ്രേഷൻ വേണോ എന്നാണ്. വേണോ? വേണം വേണം. അപ്പൊ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അറിയോ? ഇപ്പൊ തേഴ്സ്ഡേ, ഫ്രൈഡേ ഉണ്ട്. ഏത് ദിവസം വേണം? അല്ലെങ്കിൽ ഇനി ഓണം കഴിഞ്ഞ് വരുന്ന അന്ന് വേണം? എന്ത് വേണം? നിങ്ങൾ ഡിസൈഡ് ചെയ്യും. എല്ലാരും കൂടെ ആലോചിച്ചിട്ട് പറയാം. എന്തോ എക്സാം കഴിഞ്ഞു മതിയോ? പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം ഉണ്ടാവും അല്ലെ? എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് പറയണം കേട്ടോ. എന്താണ് ഫ്രൈഡേ ഉണ്ടോ? എക്സാം ആണെങ്കിൽ എനിക്ക് ഐഡിയടാ. എക്സാം കഴിഞ്ഞിട്ട് മതി. ശരിയാ, സോറി കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട്. അപ്പൊ എക്സാം കഴിഞ്ഞ് വരുമ്പോ നിങ്ങൾ പറയണം. നിങ്ങൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരും. നമുക്ക് സെറ്റ് ആക്കാം. മൺഡേ നിങ്ങൾ ഫ്രീ ആയിരിക്കുമല്ലോ അല്ലെ? നെക്സ്റ്റ് മൺഡേ. മൺഡേ ആരൊക്കെയാണ് നിങ്ങൾക്ക്? ഞാനുണ്ടല്ലേ മൺഡേ? ഞാനുണ്ട്. വേറെ ഏത് മിസ്സാണോ എന്നെ? എന്താണ് എല്ലാരും ജോയിൻ ചെയ്ത് പറയാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. കുറച്ച് എല്ലാരും ജോയിൻ ചെയ്യട്ടോ. ഒരു മിനിറ്റ്, ജസ്റ്റ് വെയിറ്റ്.
ഓണം സെലിബ്രേഷൻ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അതായത് മറ്റേ ഡയലോഗ് പറഞ്ഞ പോലെ, അതായത് രമണ എന്ന് പറയുന്ന പോലെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓൺലൈൻ ക്ലാസ്സിൽ, റിയൽ ക്ലാസ്സിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഓണം സെലിബ്രേഷൻ നടത്തണോ എന്നാണ് എന്റെ ചോദ്യം. ആർക്കൊക്കെ താല്പര്യമുണ്ട്? കേട്ടേ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആണോ? ഇല്ല, ശരി, നിങ്ങൾ ആലോചിച്ചിട്ട് ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നത്തേക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്ന് നിങ്ങൾ ഓൾറെഡി അറിയിക്കേണ്ടതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, വേറെ ഒന്നും പറയാനൊന്നുമില്ല. നിങ്ങളുടെ പെർഫോമൻസും ഓൺലൈൻ, പിന്നെ ഓൺലൈൻ അല്ലാണ്ട് പിന്നെ എങ്ങനെയാ? ഓൺലൈൻ അല്ലേ? ഓൺലൈൻ ആണ് കേട്ടോ ക്ലാസ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടെങ്കിലോ പെർഫോമൻസ് ഒക്കെ ചെയ്യാം, പാട്ട് പാടാം, പിന്നെ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് എന്നൊക്കെ ചിന്തിക്കുന്നോ ആരില്ല എന്നൊക്കെ എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ പ്ലാൻ ചെയ്തോളൂല്ലേ? എന്നിട്ട് പറയണം. നിങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് ഈ വീക്ക് എന്തായാലും ഇല്ല, അത് അറിയണം. ബാക്കി നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നടത്താം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. നിങ്ങളിപ്പോ നടത്താൻ ഡിസ്കസ് ചെയ്യാനൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഓക്കെ, അങ്ങനെ വേറെ ഇതിന്റെ അഭിപ്രായങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പോലെയാണ് നിങ്ങൾക്ക് സ്റ്റുഡൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻറ്റ്. സെലിബ്രേഷൻ ആണ് എല്ലാവരുടെയും തീരുമാനം. ചോദിച്ചിട്ട് മതി പറയണം, ഞങ്ങൾ അറിയിക്കണം. യെസ്, ദാറ്റ്സ് ഓൾ. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും ജോയിൻ ചെയ്തു. ലഞ്ച് കഴിച്ചു, എല്ലാവരും ആക്റ്റീവ് ആണ്. ഞാൻ ആക്ടിവിറ്റി തരട്ടെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചായിരുന്നോ? പഠിച്ചു. ഞാൻ കഴിച്ചു. ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓണം പ്രമാണിച്ച് ഒന്ന് ഡയറ്റ് വെക്കാൻ വിചാരിച്ചു. ഓണം വരെ ഡയറ്റ്, ഓണം കഴിഞ്ഞ പിന്നെ അറിയാലോ ഫുഡ് പക്ഷെ വണ്ണം വെച്ചുന്നേ, വണ്ണം വെച്ചു. എനിക്ക് എന്ത് പറയാം, കുറച്ച് ഡയറ്റ് ഓണം ഇങ്ങനെയാണോ? അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോ ഞാൻ എങ്ങനെയാണ് ഡയറ്റ് ഒക്കെ എടുത്ത്, കാരണം ഡ്രസ്സൊക്കെ ഇടുമ്പോ എനിക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നണം. അങ്ങനത്തെ അറിയാലോ, ഞാനത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ അറിയാം. അങ്ങനത്തെ ഒരു കുട്ടിയുടെ സ്വഭാവം ഉണ്ട്. അതിനു വേണ്ടി ഞാൻ ഇഷ്ടപ്പെട്ട് വണ്ണാകും. എന്നിട്ട് ആ ദിവസം ഇങ്ങോട്ട് ഇരുന്ന് നല്ലോണം കണ്ടത് വെട്ടും, ഫുഡൊക്കെ കഴിക്കും. ഡയറ്റൊക്കെ പോയിട്ട് ആ 2-3 ദിവസം കൊണ്ട് ഞാൻ വീണ്ടും കൊണ്ടുവരും. ഇപ്പൊ ഓണം പ്രമാണിച്ച് ഡയറ്റാണ്. പിന്നെ സദ്യ പായസം ഒക്കെ വരുമ്പോ വെക്കേഷൻ വരുമ്പോ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ കാണുന്നത് ഞാനായിരിക്കില്ല, ഒരു മൺഡേ വരുന്നു. ഈ ലുക്കേ മാറില്ല. അതിന് വേണ്ടി ഓക്കെ, അതാണ് എന്റെ പരിപാടി. അപ്പോ പിന്നെന്താ, ഞങ്ങൾക്കിവിടെ ഓണം സെലിബ്രേഷൻ ഉണ്ട്. 24th നെക്സ്റ്റ് മൺഡേ ആണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ. അതൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ. പിന്നെന്താ ആക്ടിവിറ്റി ആണ് ഇമ്പോർട്ടന്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചായിരുന്നോ? അപ്പോ വേറെ ഡ്രസ് കോഡ് ഉണ്ട്. ഡ്രസ് കോഡ് മീൻസ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് we were always സാരി കൊടുക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ അല്ലേ? അത് മോളൊക്കെ ആകുമ്പോ സാരി കൊടുക്കുക, വല്ലപ്പോ ചൂടുമ്പോ വേണ്ടതൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അത് ഹെവിയാണ്, ഇങ്ങനെ ഹെവി ഒന്നും ഇഷ്ടമല്ല, ഭയങ്കര ഉദ്ദേശം വരും. അപ്പൊ നമ്മുടെ സിമ്പിളായിട്ട് പോകാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അറിയില്ല. അപ്പൊ സാരി ഉണ്ട്, ടീച്ചേഴ്സ് എല്ലാവരും കൂടെ സാരി എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതന്നെ ചോദിച്ചായിരുന്നു. ഇന്ന് ഇവിടെ മിക്ക ബാച്ചിലും മറ്റന്നാ സെലിബ്രേഷൻ ആണ്, ഓണ സെലിബ്രേഷൻ ആണ്. സദ്യ പൂക്കളത്തിന് ഞാൻ കഴിക്കാറില്ല. പൂക്കളത്തിനൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അപ്പൊ അവര് കഴിക്കും. നമ്മള് ജസ്റ്റ് ഈവനം വരെ ഉണ്ട്, 1000 വരെ ഉണ്ട്. ഇതോടെ ഞങ്ങളുടെ നൃത്തനൃത്യങ്ങളില്ല. അതാണ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നൃത്തനൃത്യങ്ങൾ കളിക്കാൻ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അതില്ല.
ടീച്ചേഴ്സിന്റെ ഒക്കെ ഡാൻസ് ഇല്ല, അത് മാത്രമേ ഉള്ളൂ. ഒരു കുറവ്, അത് വല്ലാത്തൊരു കുറവായിരിക്കും. ഓക്കെ, എന്താണ് മിണ്ടാതെ നിങ്ങള്? ബോറടിക്കുന്നുണ്ടോ? എന്ത് ചെയ്യുന്ന ഭയങ്കര സൈലൻസ്? എക്സാമിനോട് ടെൻഷൻ ആണോ? അതാണോ? എന്താണ് പ്രശ്നം? പറയൂ, ഞാൻ സോൾവ് ചെയ്ത്. നിങ്ങളുടെ പ്രശ്നം പറയാം, എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ. പറയൂ, നിങ്ങളുടെ പ്രോബ്ലം എന്താ? എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്താണ് ഭയങ്കര സൈലൻസ്? ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി? പറയൂ, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയൂ. മിണ്ടിലെന്ന് ഉറപ്പിച്ചു വന്നിരിക്കുക, സംസാരിക്കൂ, എന്ന് മിണ്ടാത്തേ. അതൊക്കെ പോട്ടെ, ഒരു കാര്യം വെച്ചിട്ട് ക്ലാസ് ഒക്കെ ഓക്കെ ആയോ നിങ്ങള്? മീൻസ് എക്സാം വീഡിയോ ഏതാണ് അവര് എക്സാമിന് വീഡിയോ എന്ന് പറയാ? കുഞ്ഞു പിള്ളേരെ പോലെ വളർന്ന് ഇത്ര വലുതായി, എന്നിട്ട് എക്സാമിന് പേടിക്കും. എന്തിനാ പേടിക്കുന്നത്? സെലക്ടാവോ പേടിക്കാൻ പറ്റും. ഓക്കെ, എക്സാമിന് ഒത്ത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എന്തിനാ പേടിക്കുന്നേ? എന്തിനാ പേടിക്കുന്നത്? അതിന്റെ നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കൂടുതൽ കിട്ടും. ഫസ്റ്റ് അപ്പോ ടെൻഷനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് അല്ലേ വരേണ്ടത്, അല്ലേ? ടെൻഷനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് വരണം. ഫസ്റ്റ് എക്സാം ആണ്, എങ്ങനെയായിരിക്കും? എക്സൈറ്റഡ് ആണ്. ഞാൻ പറഞ്ഞുതരാം, ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ സംഭവം. നമ്മള് ഓൺലൈൻ ക്ലാസ് ആണ്, ഓൺലൈൻ എക്സാം ആയിരിക്കും. നിങ്ങൾക്കറിയാലോ, ഓൺലൈൻ ആണ് എക്സാം വരാം. ക്യാമറ നിങ്ങൾ ഓൺ ചെയ്തിരിക്കണം, അത് മസ്റ്റ് ആണ്. ക്യാമറ ഓൺ ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. കോപ്പി അടിക്കാം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കില്ല. അത് സീനാണ്, നടക്കില്ല. അങ്ങനെ ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ല. പിന്നെ പറയാനാണെങ്കിൽ എന്ത് ഡൗട്ട്സ് വന്നാലും അവിടെ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും, അവരോട് ചോദിച്ചു. എല്ലാവരും ഫ്രണ്ട്ലി ആയിരിക്കും, എന്ത് ചോദിച്ചാലും പറഞ്ഞില്ല. പിന്നെ ക്യാമറ ഓൺ ചെയ്യണം, മ്യൂട്ട് ചെയ്യണം, അത് നിർബന്ധമാണ്. പക്ഷെ പഴം പകരം പാടില്ല, മ്യൂട്ട് ചെയ്യണം. പിന്നെന്താ, റേഞ്ച്, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. റേഞ്ച് ഉള്ളോടത്ത് പോയിരിക്കണം, റേഞ്ച് ഉള്ളോടത്ത് പോയിരിക്കണം. പുറത്തുനിന്നാണ്, വേറെ ആരും ഇല്ല. നിങ്ങൾക്ക് കണ്ടുപരിചയം ഇല്ലാത്തവരായിരിക്കും. ശരി, ഓക്കെ. അതുകൊണ്ട് മെയിൻ എക്സാമിനല്ലേ പുറത്തുനിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും? എല്ലാ എക്സാമിനും പുറത്തുനിന്ന്. എന്നാലും ഞങ്ങളല്ല, നമുക്ക് ഞങ്ങളെ പരിചയമുള്ളൂ, എന്നാലും ഞങ്ങളല്ല. ഓക്കെ, മോഡൽ എക്സാമിനും പുറത്തുനിന്നുള്ള മിസ്സുമാരാണ്. എന്തോ മോഡൽ എക്സാമിനും പുറത്തുനിന്നുള്ള മിസ്സുമാരാ? മോഡൽ എക്സാമിന് പുറത്തുനിന്നുള്ള മിസ്സുമാരാണോ? അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളല്ല. ഓക്കെ, ഇവിടുത്തെ ടീച്ചേഴ്സേ അല്ല. ഓക്കെ, പിന്നെന്താ? അയ്യോ, ചോദിക്കും നിങ്ങള്, ഞാൻ ഓരോന്ന്. പിന്നെന്താ പറയാനുള്ളത്? എക്സാമില് നമ്മള് ഫസ്റ്റ് ഓൺലൈൻ അല്ലെങ്കിൽ ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഹാളിലെത്തും. എക്സാം ഹാളിലെത്തി എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഓക്കെ, ടൈമൊക്കെ എല്ലാം നമുക്ക് എക്സാം നിങ്ങൾ കുറച്ച് നേരത്തെ കയറി ചെയ്തോണ്ടാവും, അല്ലെങ്കിൽ ജോയിൻ ചെയ്യണം. കുറച്ച് നേരത്തെ ജോയിൻ ചെയ്യണം കേട്ടോ, ആ ടൈം പിടിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യണ്ടേ. ഓക്കെ, അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ റേഞ്ച്. റേഞ്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആട്ടോ. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആൻസർ ചിലപ്പോൾ അതൊക്കെ തന്നെ വരണമെങ്കിൽ റേഞ്ച് വേണം. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറഞ്ഞ പോലെ ക്യാമറ ഓൺ ചെയ്യുക, മ്യൂട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു. 1 hour ആയിരിക്കും ടൈം വരാം. പക്ഷെ അതിന് മുന്നേ തന്നെ നിങ്ങളുടെ എക്സാം കഴിയും, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ എക്സാം കഴിഞ്ഞാലും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യും. 1 or 2 പ്രാവശ്യം റിവൈൻഡ് ചെയ്ത് വായിച്ച് നോക്കണം. വെള്ളം കുടിക്കാം, വെള്ളം കുടിക്കാം. അപ്പോ എന്റെ ഫ്ലോ എങ്ങനെ പോയി? എന്തോ പറഞ്ഞു ഞാൻ.
സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എക്സാം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യരുത്, എന്നിട്ട് സബ്മിറ്റ് ചെയ്യരുത്. നിങ്ങൾ വായിച്ചോക്കണം. വായിച്ചോട്ട് നിങ്ങൾ കറക്റ്റ് ആൻസർ തന്നെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്നുകൂടെ റീച്ച് ചെയ്യണം. ഇനി നിങ്ങൾ ആൻസർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും, ചിലപ്പോൾ ആൻസർ വന്നിട്ടുണ്ടാകില്ല, ചിലപ്പോൾ റേഞ്ച് ഇഷ്യൂ ഉണ്ടാകും, ചിലപ്പോൾ ആൻസർ ആയിട്ടുണ്ടാകില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റീച്ച് ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു 3 മണി വരെയാണ് എക്സാം എന്ന് വിചാരിക്കും, 3 മണിക്ക് സബ്മിറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കരുത് കേട്ടോ. കണ്ടെത്തലാണ്, കുറച്ച് സമയം മുൻകൂട്ടി കണ്ട് സബ്മിറ്റ് ചെയ്യുക. കാരണം സപ്പോസ് നമ്മളോട് പറയവര് സബ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ലീവ് ചെയ്തോളൂ എന്ന് പറയും. ഇവിടെ സബ്മിറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ എക്സാം ചെയ്തിട്ട് വരും. അപ്പൊ അതിനൊരു സമയം നമുക്ക് വേണം. ക്ലിയർ ആണോ? ടെൻഷൻ അടിക്കണ്ട, അത് കൂടെ കണ്ടിരിക്കും. ജസ്റ്റ് ഒരു മോഡൽ എക്സാം ആണ്. നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണ് എന്ന് അറിയാനും നിങ്ങൾ ഒരു 1 or 2 നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാം ആണ് എന്ന് മനസ്സിലാക്കാം. ടെൻഷൻ അടിച്ച് അങ്ങനെ കയ്യിൽ നിന്ന് മുഴുവൻ പോവുകയുള്ളൂ. ടെൻഷൻ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല കേട്ടോ. മനസ്സിലായോ? ടെൻഷൻ അടിക്കണ്ട. അവരോട് എന്ത് ചോദിച്ചാലാണ് അവർ മറുപടി പറയും, റെസ്പോണ്ട് ചെയ്യും. ഇൻജിനിയേഴ്സിന് ചോദിക്കാം എന്താണെങ്കിലും അവരെല്ലാ കാര്യങ്ങളും പറയും, എല്ലാ ഗൈഡൻസ് ആണെങ്കിൽ അവരെ പറഞ്ഞു തരും. അതനുസരിച്ച് ഫോളോ ചെയ്താൽ മതി. അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മാർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? അയ്യോ, അത്തരം ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. അറിയില്ല കേട്ടോ. എത്ര മാർക്ക് എത്രയില്ല? എന്തോ പാസ്സാവാൻ എത്ര മാർക്ക് വേണം? എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ക്വസ്റ്റൻ ആണ് പാസ് മാർക്ക് എത്രയാന്ന് ചോദിക്കുന്നത്. അതിന് നിങ്ങൾ പാസ്സാവും. എനിക്ക് പാസ് മാർക്ക് അറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? നൂറ് മാർക്കായിരിക്കും. 100 മാർക്കിന് 100 ക്വസ്റ്റൻ ഉണ്ടാവും കേട്ടോ. ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ചിട്ട്. ഇതാണ് ടേം എക്സാമിന് വരാം. ഓക്കെ, എന്നെ മെയിൻ എക്സാമിലേക്ക് പോവാണെങ്കിലോ, മെയിൻ എക്സാമിലേക്ക് പോവാണെങ്കിൽ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 എന്ന് ഒരു 60 മാർക്ക് എക്സാം. അപ്പൊ ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ടെൻഷൻ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ടെൻഷൻ അടിച്ചാല് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വരെ മറന്നുപോകും. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാകുക? മോക്ക് ടെസ്റ്റില്ലേ അതുപോലെ തന്നെയാണ്. അത് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണോ അത് തന്നെയാണ് വരാട്ടാ. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ ടീച്ചേഴ്സ് വന്ന് പറയുമല്ലോ ഇമ്പോർട്ടൻസ് ഒക്കെ. മോക്ക് ടെസ്റ്റ് ഒക്കെ നമുക്ക് ശരിക്കും മോക്ക് ടെസ്റ്റ് നോക്കിയാൽ മതിയാകും. 3 മണിക്ക് ഞാൻ ഏകദേശം സമയമായിട്ടാ പറഞ്ഞത്. 3 മണിക്കല്ല എക്സാം. എനിക്ക് അറിയില്ല എക്സാം ടൈം എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഞാനൊരു ജസ്റ്റ് എക്സാമിന് പറഞ്ഞതേ ഉള്ളൂ. 3 മണിക്ക് വരെയാണ് എക്സാം എങ്കിൽ 3 മണിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട. അതിന് മുന്നിൽ നിങ്ങളുടെ എക്സാം എപ്പം കഴിയുന്നത് എപ്പം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം, എപ്പോഴാണെങ്കിലും. മനസ്സിലായോ? പക്ഷെ ആ സമയം ലാസ്റ്റ് ടൈമിൽ വന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യരുത് എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെ സബ്മിഷൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ടൈമിൽ അറ്റൻഡ് ചെയ്യേ, സബ്മിറ്റ് ചെയ്യേ. കുറച്ച് സമയം കണ്ടെത്തിയാൽ മതി. റിലാക്സ് ചെയ്ത് ആൻസർ ചെയ്യാം കേട്ടോ. എത്ര മണിക്ക് തുടങ്ങുന്ന ടൈം ടേബിൾ വന്നായിരുന്നോ? റിസൾട്ട് അപ്പോൾ തന്നെ അറിയില്ല കേട്ടോ. ഐ തിങ്ക് സോ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. എനിക്ക് വലിയ ധാരണയില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞാ 2 to 3 ആണോ ടൈം? ഓ ഓക്കെ, ടെസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് 3 മണിയാണ്. എനിക്ക് അറിയായിരുന്നു 3 മണിക്ക് സബ്മിറ്റ് ചെയ്യാറുണ്ട്. ഒരു 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നിങ്ങൾ വായിച്ചൊക്കെ നോക്കി പതുക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ ചെയ്താൽ ഒരു 15 മിനിറ്റ് മുന്നായിട്ട് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. അപ്പോ സപ്പോസ് സബ്മിഷൻ വന്നില്ലെങ്കിൽ ആ 15 മിനിറ്റ് കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ? ഇനി ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ എടുക്കണ്ട. ടീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞായിരുന്നോ? പിന്നെ പിടിക്കുന്നേ
അതൊക്കെ തന്നെ പഠിച്ചാൽ മതി, എളുപ്പമായി. ഓക്കെ, പിന്നെ എന്താ, പിന്നെ ക്ലാസ് ഒക്കെ ഓക്കെ ആണോ? ഓക്കെ ആയോ ക്ലാസ് ഒക്കെ? എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ലാലോ? ഇന്നത്തെ സെഷന് ഞാൻ എന്താ പറയാനാ, കൂളായിട്ട് സീരിയസ്ലി ഞാൻ പറയാം, എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും, നിങ്ങൾ വിചാരിക്കുന്നേക്കാളും സിമ്പിൾ ആയിരിക്കും. അച്ഛൻ ചെയ്യും, ശരിയാവും കേട്ടോ. ടെൻഷൻ കാര്യമില്ലാന്നേ, എപ്പോഴും എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. ഇത് എന്ത് കേട്ടാലും കേട്ട പോലെ കേൾക്കാതെ പോലെ ടെൻഷൻ അടിക്കും. ടെൻഷൻ അടിച്ചാൽ കുഴപ്പം എന്താണെന്നറിയോ, നമുക്ക് മര്യാദക്ക് ഒരു കാര്യം നമുക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് നമ്മൾ പാനിക് ആയിരിക്കും. മനസ്സിലായോ? അതിനോട് വെച്ച് കാണാവുന്ന ഒരു മൈൻഡാണ് നമുക്ക് വേണ്ടത്. അതിനനുസരിച്ച് കാണാം. എക്സാം അല്ലേ, തോറ്റ നമ്മൾ പിന്നെയും എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ജയിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് വലിയ ഗുണമുണ്ടോ? ഒന്നുമില്ല കേട്ടോ. ബി കോൺഫിഡൻസ്. ഓക്കെ, ക്യാമറ ഓണാക്കുമ്പോ എല്ലാരെയും കാണാം. ക്യാമറ ഓണാക്കുമ്പോ പിന്നെ കാണില്ലേ, നമ്മൾ കാണണം, ക്യാമറ ഓൺ ചെയ്യണം. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയണ്ടേ, ക്യാമറ ഓഫ് ചെയ്യണം. ഓക്കെ, then next question. കഴിഞ്ഞോ? Any more question? Yeah, കഴിഞ്ഞോ? ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? എന്തൊന്നും മിണ്ടാതിരുന്നത്, അതൊന്നും മിണ്ടാതെ എന്റെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സനയുടെ കഴിഞ്ഞില്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ക്വസ്റ്റ്യൻ ആൻസർ വഴി ഞാനെങ്കിലും നിങ്ങൾക്ക് എന്താ മിണ്ടാത്ത ക്ലാസ്സില്? അതാണ് എനിക്ക് അറിയാൻ പാടില്ല. അതൊക്കെ മിണ്ടാത്ത ഇങ്ങോട്ടാട്ടിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കാം. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചേഴ്സ് പഠിച്ചു. ഇനി കുറച്ചുകൂടെ നമുക്കൊരു, ഞാൻ കുറച്ചുകൂടി മലയാളം സെന്റൻസ് പറഞ്ഞുതരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എഴുതിക്കോളും. പശു പുല്ല് തിന്നുന്നോ? പശു പുല്ല് തിന്നുന്നോ? പശു പുല്ല് തിന്നുന്നോ? ഞാൻ പിയാനോ വായിക്കുന്നു. ഞാൻ പിയാനോ വായിക്കുന്നു. ഞങ്ങൾ ഞായറാഴ്ചകളിൽ ഷോപ്പിങ്ങിന് പോകുന്നു. അതായത് ഞങ്ങൾ ഞായറാഴ്ചകളിൽ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. ഞങ്ങൾ ഞായറാഴ്ചകളിൽ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഞാൻ എല്ലാ ദിവസവും കോഫി കുടിക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും കോഫി കുടിക്കാറുണ്ട്. അവർ തിങ്കളാഴ്ചകളിൽ പാർട്ടി പോകാറില്ല. അവർ തിങ്കളാഴ്ചകളിൽ പാർട്ടി പോകാറില്ല. അവർ തിങ്കളാഴ്ചകളിൽ പാർട്ടി പോകാറില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എഴുതും. നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. Okay. Then അവൾ സ്കൂളിൽ മാത്സ് പഠിപ്പിക്കുന്നു. അവൾ സ്കൂളിൽ മാത്സ് പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കാറുണ്ട്. ഒരു സ്കൂളിൽ മാത്സ് പഠിപ്പിക്കാറുണ്ട്. അവൻ എന്നും രാവിലെ എഴുന്നേൽക്കാറുണ്ട്. എഴുന്നേൽക്കുന്നു. അവൻ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു. അവൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു എന്ന് പറയും. അവൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു. അത് മതി. അവൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു. എത്ര ഉണ്ടായി? 9. മീര എല്ലാ ആഴ്ചയിലും ലൈബ്രറിയിൽ പോകാറുണ്ട്. മീര എല്ലാ ആഴ്ചയിലും ലൈബ്രറിയിൽ പോകാറുണ്ട്. ഓക്കെ, ഇനി റിട്ടേൺ എന്നോട് മലയാളം ചോദിക്കുന്നത് ഞാൻ അവിടെ നിങ്ങളുടെ പറഞ്ഞാക്കലാണ്. ഒന്നാമത്തേതാണ് രണ്ടാമത്തേതാണ് ചോദിക്കാതിരിക്കുകയാണെങ്കിൽ. ഓക്കെ, നോട്ട് ചെയ്തോ? നിങ്ങള് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? കിട്ടിയോ? ഇനി എന്താ ചെയ്യണ്ടേ? ട്രാൻസ്ലേറ്റ് ചെയ്യാം. നന്നായിട്ട് ആലോചിച്ച്, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നന്നായിട്ട് ആലോചിച്ച് റൂൾസ് എല്ലാം മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്ത പോർഷൻ എടുക്കുള്ളൂ. അപ്പൊ അത് ഓക്കെ ആണോ, മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ. എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പൊ എഴുതിക്കോളൂ ടെക്സ്റ്റ് ചെയ്തിട്ട് എല്ലാവരും.
അനു ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിച്ചത് സിംഗിൾ പ്രസന്റ് ടെൻസ് ആണ്. ആ ടെൻസിനെ ബേസ് ചെയ്ത് മാത്രം ആൻസർ ചെയ്യാം. മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നോക്കൂ ഓക്കെ. ഒന്നുകൂടെ കറക്റ്റ് ചെയ്യും. മിസ്റ്റേക്ക് ഉണ്ട്, ആലോചിച്ച് നോക്കിയേ. നമ്മൾ പഠിച്ച സിംഗിൾ പ്രസന്റ് ടെൻസിന്റെ റൂൾസും എങ്ങനെ യൂസ് ചെയ്യണം ഇതൊക്കെ ഒന്നുകൂടെ നോക്കി മിസ്റ്റേക്ക് ഉണ്ടോ നോക്കി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ. ഓക്കെ. അമൃത ഞാൻ കറക്റ്റ് ആണോ ഇല്ലെന്ന് പറയുന്നില്ല. ഓക്കെ. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. സാന്ദ്ര നോക്കൂ, ചെക്ക് ചെയ്യൂ മിസ്റ്റേക്ക് ഉണ്ട്, ചെക്ക് ചെയ്യൂ. ഓക്കെ. ഒന്നുകൂടെ ചെക്ക് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആകും. ആൻഡ് കറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യും. ഓക്കെ. നിങ്ങള് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കുന്നത് ക്ലിയർ ആകും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സാന്ദ്ര, അനു, ചെയ്ത. ഓക്കെ. ബാക്കിയെല്ലാം ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ.
ബാക്കി എല്ലാവരും എന്തേ ടെക്സ്റ്റ് ചെയ്യുന്നില്ല? I'm waiting for your message. Okay. Answer. Message and answer. മിസ് എന്റെ കൊച്ചിന് പനി ആയതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല. അത് ഇവിടെ എന്നെ എഴുതാൻ സമ്മതിക്കാറില്ല. It's okay. It's okay. അപ്പൊ ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ഡൗട്ട്സ് ഉണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഞാൻ സ്പീഡിലൊന്നും എടുത്ത് പോയില്ല കേട്ടോ. ഓക്കെ, അതിന് പേടിക്കണ്ട. സ്പീഡൊന്നുമില്ല, പതുക്കെ പോകുള്ളൂ. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ അടുത്ത കോഴ്സിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. ക്ലിയർ? ടെക്സ്റ്റ് ചെയ്യോ? ടെക്സ്റ്റ് ചെയ്യണം, എനിക്ക് അറിയണം നിങ്ങള്. അനു 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 തെറ്റി, വീണ്ടും മിസ്റ്റേക്ക്. അനു സിംഗുലർ സബ്ജക്റ്റിന് കൂടെ സിംഗുലർ വേർബാണ് ആഡ് ചെയ്യേണ്ടത്. അത് B1 ആണ്. ഓക്കെ, നോക്കി ഒന്നുകൂടെ നോക്കി, ഒന്നുകൂടെ. ബാക്കിയെല്ലാം ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ഞാൻ പറയാം, ആൻസർ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ പേര് ശരിയായിട്ടുണ്ട്. അത് ക്ലിയർ ആക്കാം. എനിക്ക് മനസ്സിലാവണില്ല. അനു ഞാൻ പറഞ്ഞു ക്ലിയർ ആവും. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തു കേട്ടോ. കുഴപ്പമില്ല, മനസ്സിലാവട്ടെ. ടെൻഷൻ അടിക്കണ്ട, പഠിക്കാൻ പറ്റൂ. ഓക്കെ, സെറ്റാണ്. മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ബാക്കി ടെക്സ്റ്റ് ചെയ്യൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റേക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. സോ പറഞ്ഞുതരാം കേട്ടോ. ടെക്സ്റ്റ് ചെയ്യൂല. ഓക്കെ, അപ്പൊ ടൈം ആയിട്ടുണ്ട്. ഞാൻ പറയാണേ.
The first one is പശു പുല്ലായിരുന്നു. പശു എന്ന് പറയുമ്പോ എന്താ? കൗ അല്ലെ? കൗ കഴിക്കുക, ഈച്ചാണ്. കൗ സിംഗുലർ അല്ലേ? അപ്പൊ ഈച്ച് എന്താകണം? സിംഗുലർ ആകണം. അപ്പൊ ഈച്ച് എന്താകും? ഈറ്റ്സ് ആകും. മനസ്സിലായോ? കൗ ഈറ്റ്സ് ഗ്രാസ്. The cow eats grass. ഇനി നെക്സ്റ്റ് ഞാൻ പിയാനോ വായിക്കാണ്. I play piano. I play the piano. I ഞാൻ വായിക്കുക പ്ലേ ആണ് അല്ലെ? I play the piano. ഇനി ഞായറാഴ്ചകളിൽ ഞങ്ങള് ഷോപ്പിങ്ങിന് പോകാറുണ്ട്. We go to shopping. We go for shopping. We go shopping എന്നാണ് പറയുന്നത്. മതി. We go shopping on Sundays എന്ന് പറയുന്നത്. On Sundays ഞായറാഴ്ചകളിൽ എന്ന് പറയുമ്പോ അവിടെ Sundays വരണം. ഓക്കെ. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. I don't speak English. Okay. I don't speak English. Correct. അങ്ങനെയാ വരാം. ഇനി നെക്സ്റ്റ് മൺഡേ തിങ്കളാഴ്ചകളിൽ ഞങ്ങൾ പാർക്ക് പോകാറില്ല. They don't go to the park on Mondays. They don't go to the park on Mondays. ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. You don't need to worry. You don't need to worry. Okay? Then അവൾ സ്കൂളിൽ മാത്സ് പഠിപ്പിക്കുന്നു. She teaches maths at school. She teaches maths at school. എന്ന് പറയും. Okay? Then നേരത്തെ എഴുന്നേൽക്കുന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു. He gets up early in the morning. He gets up early in the morning. ഇനി ലൈബ്രറിയിൽ എല്ലാ വീക്കും ലൈബ്രറിയിൽ പോകുന്നു അല്ലെ? Meera goes to the library every week. Meera goes to the library every week. ഇതാണ് ആൻസർ കേട്ടോ. മനസ്സിലായോ? മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് ആഡ് ചെയ്യുന്നില്ല. അതാണ് മിസ്റ്റേക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്ക് അറിയാം. അതിനനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ പറയാം. അപ്പൊ എക്സാമിന് ഓർത്ത് ടെൻഷൻ എടുക്കേണ്ട, കൂൾ ആയിട്ടിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. Okay, so thank you all, and see you next class. Okay, bye to all.